ഹലോ അമ്മ. എന്താ മോളെ, ഇന്നലെ വിളിച്ചിട്ടൊന്നും എടുത്തില്ലല്ലോ? മിസ് കോൾ കണ്ടില്ല. ഇന്നലെ അല്ലായിരുന്നോ ശേഖരമാമന്റെ ബർത്ത്ഡേ? പക്ഷെ നീ വിഷ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. എന്താ മോളെ ഇത്? അത് മറന്നുപോയി. അതൊക്കെ പോട്ടെ. ഈ മാസം 20-നാണ് അച്ഛന്റെ ആണ്ട്. നീ വരില്ലേ? വന്നിട്ടിപ്പോ എന്തിനാ? എന്നിട്ട് അങ്ങനെയും കണ്ടിരിക്കാനാണോ? നീ ഇത്ര കാലമായിട്ട് ഇതൊന്നും മറന്നില്ലേ മോളെ? എനിക്ക് നീ മാത്രല്ലേ ഉള്ളൂ. അമ്മ, ഞാൻ ക്ലാസ്സിലെത്തി, പിന്നോടിക്കാം. കഴിഞ്ഞ് കുപ്പായി മാറ്റി ഇറങ്ങിയതാ, ഒന്ന് അടിച്ച് കേറാൻ. എടാ, നമ്മുടെ VGF ഗ്രൂപ്പിൽ എന്തൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ട്. ഓ, ഏത് നേരം എനിക്ക് തന്നെയാണോ പണി? നീ ഒന്ന് പോയ അവിടെ നിന്ന്. എന്നാ പറയാമെന്ന കാര്യം എന്നാ? അത് വിട്. നീ ഇത് കണ്ടില്ലേ? VGF ഗ്രൂപ്പിന്റെ പുതിയൊരു ഫിൽട്രേഷൻ ക്രൈറ്റീരിയ വന്നിട്ടുണ്ട്. തേങ്ങ കഴിഞ്ഞില്ല ഈ പണ്ടാരി ഇതുവരെ. എപ്പോഴും ഉണ്ടാവില്ല ഇതേപോലെ ഓരോന്ന്. അതൊരു 3 മിനിറ്റ് ഡ്യൂറേഷൻ ഒരു വീഡിയോ ഉണ്ടാക്കണം പോലും. അതും തീം ലിറ്റിൽ തിങ്സ്. ലിറ്റിൽ തിങ്സാ? അതെന്ത് സാധനം? ഇതേതാണ്? Yeah bro, have to make a video. We all are in the same team. എടാ, പക്ഷെ ഈ ടോപ്പിക്ക് വെച്ച് നമ്മൾ എന്തുണ്ടാക്കാനാ? അതും ഇത്ര ചെറിയ സമയത്ത്. ദേവം നടുത്ത മരം. എടാ, നിങ്ങളുടെ ഇതുവരെ ഒന്നും ആയില്ലേ? ഞങ്ങളുടെയൊക്കെ എപ്പോഴേ കരിയാറായി അല്ലേ ടെസാ? ശരിയാ, ഞങ്ങൾ പൊളിക്കും. പിന്നല്ല. യെസ് വരൂ ഗൈസ്, നമുക്ക് ആ ബാക്കി പോർഷൻ കൂടി എടുക്കാം. കമോൺ. നില നീ എന്തിന്റെ ഷൂട്ട് കഴിഞ്ഞാ പറയുന്നേ? നിനക്ക് ആ ടോപ്പിക് എന്താണെന്നല്ല അറിയോ? എൻ്റെ പൊന്നു മോളെ മിണ്ടാതിരി, നാണം കിടത്തില്ലേ? അവരവിടെ ഇരിപ്പുണ്ട്. ബാ, നമുക്ക് ഗ്രൂപ്പിൽ എന്താ വന്നതെന്ന് ആദ്യം പോയി നോക്കാം. അത് ശരി, എന്നാ കണ്ട അവരൊക്കെ തീരാറായി. ബൈ ദ ബൈ. ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്. ഇവനാ പോട്ടെ. എന്ത് പറ്റി? ഹേയ്, ഒന്നുമില്ല. നീ പറയടോ. ഒരു മനുഷ്യന് സ്വന്തം വീട്ടിൽ സമാധാനം കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ അവൻ ലൈഫിൽ ഒരിക്കലും സമാധാനം കിട്ടില്ല. അത്ര ശരിയല്ല അങ്ങനെ പറയണേ. അമ്മ വിളിച്ചിരുന്നോ നിന്നെ? ആസ് യൂഷ്വൽ, അവരുടെ അടുത്തേക്കല്ല. സെയിം ഇമോഷണൽ ഡ്രാമ. ഞാനൊരു ഫോർമുല, ഒരു അഡ്വൈസ് തരുമെന്ന് നീ വിചാരിക്കരുത്. എത്ര കാലയോടെ തന്നെ അമ്മ തന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്നെ ഇത്ര വളർത്തി വലുതാക്കി, പിന്നീട് അവർക്കൊരു തുണ വേണമെന്ന് തോന്നിയിട്ടുണ്ടാവുമായിരിക്കും. ഇത്ര പ്രോഗ്രസീവ് മെൻറ്റാലിറ്റി ഇല്ല. നീ ഇത് മനസ്സിലാക്കിയില്ലേ? പിന്നെ വേറെ ആര് മനസ്സിലാക്കാനാ? പക്ഷെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ. ഇസ, നീ ഒന്ന് ഓർത്തോ, പോയവർ പോയി. ഇപ്പം നീ നിന്റെ അച്ഛനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്ന പോലെ തന്നെ ഒരു ദിവസം നീ നിന്റെ അമ്മയെക്കുറിച്ച് ആലോചിച്ചും വിഷമിക്കും. ജീവിച്ചിരിക്കുമ്പോൾ കൂടില്ലാണ്ട് ഇവർക്ക് പോയി കഴിഞ്ഞിട്ട് ദുഃഖിച്ചിട്ട് എന്തിനാടി? എടാ, അവക്കെന്താ പറ്റി? അതൊന്നുമില്ല. എന്നാ ഒന്നുമില്ല. എടാ, അപ്പോൾ നമ്മുടെ ലിറ്റിൽ തിങ്സ് ഇൻ ലൈഫ് ഇതൊക്കെ തന്നെയാണോ ലിറ്റിൽ തിങ്സ് ഇൻ ലൈഫ്? ആരതിയാണോ? ആരതിയുടെയോ? എടാ, നിനക്ക് എത്ര പെൺകുട്ടികൾ അറിയാം? പൊന്നിയാട്ടെ, ഞാൻ ആർക്കും മെസ്സേജ് അയച്ചിട്ടില്ല. അയ്യോ, നീ ഒരു അക്ഷരം കണ്ടിട്ടുണ്ടെങ്കിൽ നീ ആരാ?
അല്ല എന്താ പ്രശ്നം? എടി ഇവനെന്റെ പെങ്ങളെ മെസ്സേജ് അയച്ച് ശല്യപ്പെടുത്തി. നിന്റെ പെങ്ങളാരാടാ? മിണ്ടരുത് നീ. നീ ഇത് വാങ്ങിച്ചോട്ടോ. അവൻ പോയി ഒരൊറ്റ. ഹലോ അമ്മ. മോളെ ദിനേശങ്ങളാ? ഇല്ല ഒന്നുമില്ല, അമ്മയ്ക്ക് ചെറിയൊരു നെഞ്ചവേദന 2 മാസം മുന്നേ ഉണ്ടായിരുന്നു. അപ്പോൾ മോളെ വിളിച്ചിട്ട് കിട്ടിയില്ലെന്നാ പറഞ്ഞേ. ഇല്ല കുഴപ്പമൊന്നുമില്ല, ഞങ്ങളെല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ട്. എടാ ബോഡി എടുക്കാറായി. എടി മോളെ വിളിക്കാൻ കേട്ടോ, വിളിക്കാൻ.